സിൻഡ്രല്ല ഭാഗം 5. ഒരു കത്തിയെടുത്ത് അവൾക്ക് കൊടുത്തിട്ട് അമ്മ പറഞ്ഞു, തള്ളവിരൽ മുറിച്ചു കളയൂ. ഒരിക്കൽ രാജ്ഞിയായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എവിടെയും നടന്നു പോകേണ്ടി വരില്ല. ആ യുവതി തള്ളവിരൽ മുറിച്ചു കളഞ്ഞു. കാൽ ചെരുപ്പിനുള്ളിലേക്ക് കടത്തിയിട്ട് വേദന കടിച്ചമർത്തിക്കൊണ്ട് രാജസേവകരോടൊത്ത് അവൾ കുമാരൻ്റെ അരികിലേക്ക് പോയി. അവളാണ് തൻ്റെ വധുവെന്ന് കരുതിയ കുമാരൻ അവളെ കുതിരപ്പുറത്ത് കയറ്റി കൊട്ടാരത്തിലേക്ക് കുതിരയെ പായിച്ചു. അവർക്ക് സിൻഡെല്ലായുടെ അമ്മയുടെ കുഴിമാടം കടന്നാണ് പോകേണ്ടിയിരുന്നത്. അവിടെ നിന്ന ഹേസൽ മരത്തിൽ 2 പ്രാവുകൾ ഇരുന്ന് ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, തിരിയുക, എത്തിനോക്കുക, തിരിയുക, എത്തിനോക്കുക. ചെരുപ്പിനുള്ളിൽ രക്തം കാണാം. ആ ചെരുപ്പെത്രയോ ചെറുതാണവൾക്ക്. യഥാർത്ഥ വധു നിന്നെ കാത്തിരിക്കുന്നു. തിരിഞ്ഞു നോക്കിയ അയാൾ കണ്ടത് നിലത്ത് വീണുകിടക്കുന്ന രക്തമായിരുന്നു. ഉടനെ എങ്ങനെയാണ് രക്തം ഒഴുകി പരന്നിരിക്കുന്നതെന്ന് അറിയാൻ അയാൾ അവളുടെ പാദങ്ങളിലേക്ക് നോക്കി. അതെ, അവളുടെ കാലിൽ നിന്ന് തന്നെയാണ് ചോര. അതുകൊണ്ട് അത് കണ്ട ഉടനെ കുമാരൻ കുതിരയെ തിരിച്ച് കള്ളവധുവിനെ അവളുടെ വീട്ടിലാക്കി. അവൾ ചെരുപ്പിൻ്റെ യഥാർത്ഥ അവകാശിയല്ലെന്ന് കുമാരൻ പറഞ്ഞപ്പോഴേക്കും അവളുടെ അനിയത്തി ചെരുപ്പ് അണിഞ്ഞു നോക്കാൻ തയ്യാറായി. ചെരുപ്പുമായി അവൾ തൻ്റെ മുറിയിലേക്ക് പോയി. വിരലുകൾ ചെരുപ്പിനുള്ളിൽ സുരക്ഷിതമായി കടത്തി. പക്ഷേ അവൾക്ക് ഉപ്പൂറ്റി അതിൽ കടത്താനായില്ല. കാരണം അത് വളരെ വലുതായിരുന്നു. അവളുടെ അമ്മ ഒരു കത്തിയെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഉപ്പൂറ്റി അല്പം മുറിച്ചു കളയൂ. അവൾ അപ്രകാരം ചെയ്തു. അതിനുശേഷം കാൽ ചെരുപ്പിനുള്ളിലേക്ക് തിരികെ കയറ്റി. എന്നിട്ട് വേദന കടിച്ചമർത്തി രാജസേവകരോടൊപ്പം രാജകുമാരൻ്റെ അരികിലേക്ക് പോയി. തൻ്റെ വധുവെന്ന് കരുതി രാജകുമാരൻ അവളെ കുതിരപ്പുറത്തിരുത്തി കുതിര ഓടിച്ചു. പക്ഷേ ഹേസൽ മരം കടന്നു പോകുമ്പോൾ 2 പ്രാവുകൾ അതിലിരുന്ന് പറഞ്ഞു, തിരിഞ്ഞ് എത്തിനോക്കുക, തിരിയുക, എത്തിനോക്കുക. ചെരുപ്പിനുള്ളിൽ രക്തം കാണാം. ആ ചെരുപ്പെത്രയോ ചെറുതാണവൾക്ക്. യഥാർത്ഥ വധുവത കാത്തിരിക്കുന്നു. അയാൾ അവളുടെ പാദത്തിലേക്ക് നോക്കി. ചെരുപ്പിൽ നിന്നൊഴുകുന്ന രക്തം കണ്ടു. ഉടനെ രാജകുമാരൻ കുതിരയെ തിരിച്ചു നടത്തി കള്ളവധുവിനെ അവളുടെ വീട്ടിലാക്കി. ഇതും യഥാർത്ഥ വധുവല്ല, അയാൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇനിയും പെൺമക്കളില്ലേ? ഇല്ല, അച്ഛൻ പറഞ്ഞു. ഒരു ദാസിയുണ്ട്, എൻ്റെ ആദ്യത്തെ ഭാര്യയുടെ കുട്ടി. പക്ഷേ അവൾ താങ്കളുടെ വധുവാകാൻ ഒരു സാധ്യതയും കാണുന്നില്ല. എന്നാൽ രാജകുമാരൻ പറഞ്ഞു, അവളെ കൊണ്ടുവരിക. രണ്ടാനമ്മ തടഞ്ഞു. ഇല്ലില്ല, അവൾ ആകെ വൃത്തികെട്ടിരിക്കുകയാണ്. അവൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. പക്ഷേ കുമാരൻ കർശനമായി ആജ്ഞാപിച്ചു, ഇത് രാജകുമാരൻ്റെ കൽപ്പനയാണ്, അനുസരിച്ചേ മതിയാവൂ. അവസാനം അവർ സിൻഡ്രല്ലയെ കൊണ്ടുവന്നു. അവൾ ആദ്യം ചെയ്തത് തൻ്റെ കൈയും മുഖവും വൃത്തിയായി കഴുകുകയാണ്. എന്നിട്ട് രാജകുമാരൻ്റെ അടുക്കൽ വന്ന് താണു വണങ്ങി. ചെരുപ്പ് വെൽവെറ്റ് കുഷ്യനിലാണ് വച്ചിരുന്നത്. രാജസേവകർ ആ സ്വർണ്ണച്ചെരുപ്പ് അവൾക്ക് നൽകി. സിൻഡ്രല്ല തൻ്റെ പാദങ്ങൾ തടിച്ചെരുപ്പിൽ നിന്ന് പുറത്തെടുത്ത് സ്വർണ്ണച്ചെരുപ്പിലേക്ക് കടത്തി. ഒരു കാലുറ പോലെ ആ ചെരുപ്പ് അവളുടെ കാലിൽ പൂർണ്ണമായി ചേർന്നു. സിൻഡ്രല്ല ആ ചെരുപ്പിൻ്റെ മറ്റേ ജോഡി കൂടി പുറത്തെടുത്തു. അവളുടെ സഹോദരിമാർ ഇത് കണ്ട് അത്ഭുത പരതന്ത്രരായി. അവൾ എഴുന്നേറ്റപ്പോൾ രാജകുമാരൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. തന്നോടൊപ്പം നൃത്തം ചെയ്ത മനോഹരിയായ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞ കുമാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാണ് എൻ്റെ യഥാർത്ഥ വധു, ഇതാണ് എൻ്റെ യഥാർത്ഥ വധു. ആ സമയത്ത് തന്നെ വനദേവത പ്രത്യക്ഷപ്പെട്ടു. ഇതെല്ലാം കണ്ടപ്പോൾ ദേവതയ്ക്ക് വലിയ സന്തോഷമായി. മാന്ത്രിക ദണ്ഡ് കൊണ്ട് അവളുടെ കീറത്തുണിയിൽ സ്പർശിച്ചു. അത് മനോഹരമായ ഉടുപ്പുകളായി മാറി. ഇപ്പോൾ അവൾ പഴയതിനേക്കാൾ സുന്ദരിയായി മാറിക്കഴിഞ്ഞിരുന്നു.
രണ്ടാനമ്മയും മക്കളും ഭയത്താലും അത്ഭുതത്താലും ആകെ വിളറിപ്പോയി. എങ്കിലും സിൻഡ്രല്ലയോട് അവർ ക്ഷമയാചിച്ചു. അവൾ അവരോട് ക്ഷമിച്ചു. രാജകുമാരൻ സിൻഡ്രല്ലയെ കുതിരപ്പുറത്തേറ്റി ഓടിച്ചുകൊണ്ടുപോയി. ഹേസൽ മരം കടന്നപ്പോൾ 2 വെള്ളപ്രാവുകൾ കുറുകി. തിരിയുക, എത്തിനോക്കുക, തിരിയുക, എത്തിനോക്കുക. ചെരുപ്പിനുള്ളിൽ രക്തമില്ല, ചെരുപ്പവൾക്ക് നന്നേ പാകം. യഥാർത്ഥ വധുവെ തന്നെയല്ലോ കൂടെയിരുത്തി പായുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് 2ഉം പറന്നു വന്ന് സിൻഡ്രല്ലയുടെ തോളിലിരുന്നു. ഒരെണ്ണം വലത്തു തോളിലും ഒരെണ്ണം ഇടത്തു തോളിലും. വിവാഹാഘോഷത്തിന് രണ്ടാനമ്മയുടെ 2 മക്കളും വന്നിരുന്നു. സിൻഡ്രല്ലയുടെ പ്രീതി നേടാനും അവളുടെ ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും പങ്കു പറ്റുന്നതിനും വേണ്ടിയാണ് അവർ വന്നത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഇണകൾ പള്ളിയിലേക്ക് പോയപ്പോൾ മൂത്തവൾ വലതുവശത്തും ഇളയവൾ ഇടതുവശത്തും നടന്നു. പ്രാവുകൾ ഇരുവരുടെയും ഓരോ കണ്ണ് കൊത്തിപ്പറിച്ചെടുത്തു. പള്ളിയിൽ നിന്നും തിരികെ വന്നപ്പോൾ മൂത്തവൾ ഇടതും ഇളയവൾ വലത്തുമായിട്ടായിരുന്നു നടന്നത്. പ്രാവുകൾ അവരുടെ മറ്റേ കണ്ണും കൊത്തിപ്പറിച്ചു. ദുഷ്ടതയും കള്ളത്തരവും ചെയ്തതിന് അവർക്ക് പകരം കിട്ടി. അവർ ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ അവർ അന്ധരായി കഴിഞ്ഞു. രാജാവും രാജ്ഞിയും വിവാഹത്തിൽ പങ്കെടുത്ത ജനങ്ങളും രാജകുമാരനെയും സിൻഡ്രല്ലയെയും അനുഗ്രഹിച്ചു. സന്തോഷത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെയും നാളുകളായിരുന്നു സിൻഡ്രല്ലയ്ക്കും കുമാരനും പിന്നീട് ഉണ്ടായിരുന്നത്. താങ്ക് യു.